ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് മകരസംക്രാന്തിയാണ്. അപ്പം ഞാൻ മുംബൈയിലെ ഹോസ്റ്റലിലാണ്. അപ്പോൾ ഈ മകരസംക്രാന്തിയുടെ ദിവസം സാധാരണ എല്ലാവരും എള്ളുകൊണ്ടുള്ള ചപ്പാത്തി, എള്ളും ശർക്കരയും അതുപോലെ തന്നെ കുറേ കപ്പലണ്ടി പൊടി കൂടൊക്കെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി അല്ലെങ്കിൽ പുരൺപോളിയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഹോസ്റ്റലിൽ എന്തുണ്ടാകാനാണ്. അത് കാരണം ഞാൻ ഇന്ന് നല്ല പേരയ്ക്ക കിട്ടിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പൂനായിൽ പോയി, അപ്പോൾ പേരയ്ക്ക കിട്ടി. ഈ പേരയ്ക്ക കൊണ്ടുള്ള ഒരു കറിയും ചപ്പാത്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പേരയ്ക്ക കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പേരയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ചുമന്ന പേരയ്ക്ക ഞാൻ ഇന്നലെ പൂനായിൽ പോയപ്പോൾ മേടിച്ചതാണ്. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയുണ്ട്, ഒരു ചെറിയ ഉള്ളിയുണ്ട്, അര ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു ടൊമാറ്റോയുടെ പകുതി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എണ്ണയുണ്ട്, ഉപ്പുണ്ട്. എണ്ണ ഞാനിപ്പോൾ കൊടുക്കുന്നത് കടുകെണ്ണയാണ്. നിങ്ങൾ ഏത് എണ്ണയായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാനിത് PGയിലെ അടുക്കളയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ കടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കടയിൽ എണ്ണ ഒഴിച്ചു, ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചുള്ളൂ. കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ. അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് കടുകിട്ട് പൊട്ടിച്ചു. കടുകിട്ട് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് ഉള്ളി എടുത്തിട്ടു. ഉള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒരുവിധം ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഉള്ളി വഴന്നു വന്നു. അതിലേക്ക് ഞാൻ ടൊമാറ്റോ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഉള്ളി വഴരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ടൊമാറ്റോ ഒരുവിധം വഴന്നു വന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ പേരയ്ക്ക കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇടുകയാണ്. കൂട്ടത്തിൽ നമ്മൾ മസാല എടുത്ത് വെച്ചത് എല്ലാം കൂടെ ചേർക്കുക. ഈ മസാലയൊന്ന് പേരയ്ക്കായി പിടിച്ച് മസാലയുടെ പച്ച മണമൊക്കെ ഇന്ന് മാറുമ്പോൾ നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറിയപ്പോൾ ഞാൻ അതിലേക്ക് ഒരു അത്യാവശ്യത്തിനുള്ള വെള്ളം, ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു, ഒരു 1/2 ഗ്ലാസ്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ പേരയ്ക്ക കറി തിളച്ച് വെന്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് പേരയ്ക്കയാണെന്ന് പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കത്തില്ല. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കൂട്ടാനൊക്കെ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് പേരയ്ക്ക കിട്ടുമെങ്കിൽ ഉണ്ടാക്കി നോക്കണം. പഴുത്ത പേരയ്ക്ക ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ നന്നായിട്ട് ചനച്ച പേരയ്ക്ക വേണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.